ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റംബൂട്ടാൻ്റെ പ്രൂണിങ് വീഡിയോ ആണ്. അപ്പോൾ അതിൽ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ നമുക്കറിയാം ഇത്ര ദിവസം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ 1-2 ദിവസമായിട്ടുള്ള കുറച്ചൊന്ന് വെയിലൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ട് അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ റംബൂട്ടാൻ നമുക്കറിയാം പൊട്ടിക്കുമ്പോൾ ഒരു കൊലയിൽ നിന്ന് നമ്മൾ പൊട്ടിച്ച് എല്ലാതും കൂടെ ഒരുമിച്ചല്ല പൊട്ടിക്കുക. അപ്പോൾ തന്നെ കണ്ടില്ലേ, ലാസ്റ്റൊക്കെ ആയപ്പോൾ ഉണ്ടല്ലോ റംബൂട്ടാന് എന്താ പറയുക, ആവശ്യം കൂടി എന്ന് പറയാം. ലാസ്റ്റായപ്പോൾ അത് കഴിക്കാനൊരു കൂടുതൽ ടേസ്റ്റ് വരുന്നുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾക്ക് റംബൂട്ടാൻ്റെ പ്രൂണിങ് ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഴയുള്ള സമയത്ത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടണം, അതിൻ്റെ വിശേഷം പിന്നെ പറയാം. പിന്നെയും റംബൂട്ടാൻ്റെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ഇവിടെ നമുക്കറിയാം, നോക്കിക്കഴിഞ്ഞാൽ പഴയ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഭയങ്കര കാടായിരുന്നു. നമ്മളുടെ താഴെ മുഴുവൻ ഇവിടെ എല്ലായിടയും മിളകുകളായിരുന്നു. അതുകൂടാണ്ട് നമ്മളുടെ 2 ഈ കിലോ പേരയായിരുന്നു, നിറയെ വലുതായിട്ട് നിറയെ പന്തലിച്ച് പ്രാവശ്യം ഒരു 50 പേരക്കെങ്കിലും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഒരെണ്ണം പോലും നമുക്ക് കിട്ടിയിട്ടില്ല. എല്ലാം പഴുത്തു, പക്ഷെ എല്ലാത്തിലും പുഴുവാണ്. കാരണം ഈ മഴയുള്ള സമയത്ത് നമുക്ക് എന്താ പറയുക, പുഴുവായിട്ടും കൊത്തിയിട്ടും ഒക്കെ നമുക്കത് ഒട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പിന്നെ പറയാം. പിന്നെ നമ്മുടെ കോഴി ടീമുകൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. കാരണം നമുക്കുണ്ടല്ലോ 2 ഡോറുണ്ട്. ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, കാരണം മഴയൊക്കെയാണല്ലോ. അപ്പോൾ നമുക്ക് ഒന്നും ക്ലീനാക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പം ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റംബൂട്ടാൻ്റെ പ്രൂണിങ്ങിനുള്ള ആയുധങ്ങളായിട്ടാണ്. അപ്പോൾ ഏതാണ് ഉപയോഗിക്കാൻ പറ്റുക, കത്തിയാണോ ഇനി കട്ടറാണോ, പ്രൂണിങ്ങിൻ്റെ ഒരു കട്ടറുണ്ട് അതാണോ, ഏതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ നമ്മളുടെ 2 ഡോറുണ്ട് ഗ്രില്ലിൻ്റെ. അപ്പോൾ ഫസ്റ്റ് ഡോറ് തുറക്കണ ആ സൗണ്ട് കേട്ടാൽ തന്നെ ഇവന്മാരെല്ലാവരും വന്ന് ഇങ്ങനെ നിൽക്കും വെയിറ്റ് ചെയ്ത്, എന്തെങ്കിലും ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ രണ്ടാമത്തെ ഡോറ് തുറന്ന് നമ്മൾ ചെല്ലുമ്പോഴേക്കും എന്തെങ്കിലും ഒരു പ്രതീക്ഷിക്കും നമ്മളുടെ കയ്യിൽ നിന്ന്, അതാണ്. അപ്പോൾ ഇത് നമ്മളുടെ ചോറ് തിളപ്പിച്ചിട്ട് ഊറ്റിയ കഞ്ഞി ഉണ്ടല്ലോ, അതിൻ്റെ അടിയിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ വറ്റുകളൊക്കെ ഉണ്ടാവും. സാധാരണ ഇതിൽ കൂടുതൽ ഉണ്ടാവാറുണ്ട്. ആ പാവങ്ങളിൽ നിന്ന് അവർക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. ഒരു 10-15 എന്താ പറയുക അരിയല്ല ചോറ് കിട്ടിയിട്ടുള്ളവർക്ക്. അപ്പം അങ്ങനെ അതിൻ്റെ വിഷമത്തിലാണ് അവർ. പിന്നെ റംബൂട്ടാൻ്റെ കഥ പറയുകയാണെങ്കിൽ അറിയാൻ കണ്ട ഇപ്പോഴും പച്ചയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പൂത്ത് ഇതൊക്കെ വരുന്നൊക്കെ ഉണ്ട്. അതെന്താ നമ്മളുടെ റംബൂട്ടാൻ എങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊലയിലുള്ളത് എല്ലാം കൂടെ ഒരുമിച്ചല്ല പഴുത്തത്, അങ്ങനെ സ്റ്റെപ്പായിട്ടാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടുണ്ടായതിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഈ റംബൂട്ടാൻ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മളുടെ അപ്പുറത്തെ വീട്ടിൽ തന്നെ റംബൂട്ടാൻ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മളുടെ റംബൂട്ടാൻ പെരുമാറുന്നത്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ റംബൂട്ടാൻ ആ കൊല മുഴുവൻ കഴിഞ്ഞാലല്ലേ നമുക്കത് ഒടിച്ച് കളയാൻ പറ്റുള്ളൂ. സാധാരണ പറയണത് റംബൂട്ടാൻ പറിച്ചതിന് ശേഷം വേഗം തന്നെ നമ്മൾ എല്ലാം കഴിയുമ്പോൾ ആ കൊമ്പ് ഒടിക്കുക, അതാണ് പ്രൂണിങ്. ഈ കട്ടറുകൊണ്ട് പ്രൂൺ ചെയ്യാൻ പറ്റണില്ല, അത് കട്ട് ചെയ്യാൻ പറ്റണില്ല. അത് നല്ല റംബൂട്ടാൻ്റെ ഇത് ഹാർഡായതുകൊണ്ടല്ല, തണ്ട് അത്ര ഹാർഡായതുകൊണ്ടൊന്നല്ല, അതിന് മൂർച്ച നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് കുറേ നാളായിലിരിക്കണം. അപ്പോൾ അത് ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി അതിനെ തുരുമ്പ് ഒക്കെ കളഞ്ഞൊന്ന് ഇതാക്കിയിട്ട് വേണം. അപ്പോൾ അതിൻ്റെയാണ് ഇത് നമ്മളുടെ പ്രൂണിങ്ങിൻ്റെ പ്രൂണിങ്ങിൻ്റെ കട്ടറല്ല. പ്രൂണിങ്ങിൻ്റെ കട്ടറാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ സ്പ്രിങ് ഉണ്ട്, അത് എപ്പോഴും തെറിച്ചു പോകും. ഇത് ഞാൻ ഗ്രാഫ്റ്റിങ്ങിൻ്റെ കട്ടർ വാങ്ങിച്ചത്, പക്ഷെ നല്ലതാട്ടാ, പുതിയതാണത്, യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല മൂർച്ചയുണ്ട്, അതാണ് ഇപ്പോൾ ഉപയോഗിക്കണത്. പിന്നെ കത്തിയും പോരാത്തതിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും പറ്റിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു ടൈപ്പ് കത്തി ഉണ്ടല്ലോ, ആക്സോ ബ്ലേഡ് പോലത്തെ, അതും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാൻ വെച്ചിട്ട്, പക്ഷെ അത് എടുക്കേണ്ട വന്നില്ല അതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മുടെ റംബൂട്ടാൻ്റെ പ്രൂണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കൊല അങ്ങനെ ഒടിച്ച് കളയാം, അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ എനിക്ക് അതുകൊണ്ട് അങ്ങനെ ഒടിച്ച് കളയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം എല്ലാം കഴിഞ്ഞിട്ടില്ലല്ലോ ഒരു കൊലയിലെ. അപ്പോൾ സാധാരണ പ്രൂണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊലയെന്നും ആ പൂത്ത് കഴിഞ്ഞ കൊലയെന്നും ബാക്കിലേക്ക് ഒരടിയും കൂടെ ഫ്രണ്ടിലേക്കായിട്ട് നമ്മളത് കട്ട് ചെയ്ത് കളയണം, അതാണ് അങ്ങനെയാണ് പറയണത്. അതും എല്ലാ ബ്രാഞ്ചസും നമുക്ക് എല്ലാത്തിൻ്റെയും തുമ്പൊന്നും നമുക്ക് ട്രിം ചെയ്യണ്ട, ഈ ഉണ്ടായി വരുന്ന കൊലയുടെ ഇത് മാത്രമാണ് നമുക്ക് ട്രിം ചെയ്ത് കളയേണ്ടത്, ഒരു 2 അടി വെച്ചിട്ട്. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ റംബൂട്ടാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ താഴത്ത്, അതായത് ഇത് ഒരു 3.5 വർഷമായിട്ടുണ്ട് ഞങ്ങളിവിടെ നാട്ടിൽ വന്ന് സെറ്റിലായപ്പോൾ വാങ്ങിച്ചു വെച്ചത്. അതും 2 അടി പോലും ഉണ്ടായിരുന്നില്ല, 1.5 അടിയുള്ള ഒരു ചെറിയ തൈയായിരുന്നു വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്.
പക്ഷെ അത് ഇപ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ കാണില്ലേ, ഇപ്പോൾ ആദ്യമായിട്ടുണ്ടായ റംബൂട്ടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ അത് ഇത്രയും ബുഷിയായിട്ട് നിൽക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല വലുപ്പവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല ഷെയ്ഡും ഉണ്ട് കേട്ടോ. അവിടെ നമ്മളെ വാഴയുണ്ടല്ലോ, അതൊക്കെ അടുത്ത വർഷമാകുമ്പോഴേക്കും ആ വാഴേനെയൊക്കെ ഞാൻ പറിച്ച് കളയും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിന് അത്രയും ഒരു നല്ല വെയിൽ കാര്യങ്ങൾ കിട്ടണില്ല ആ വാഴയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ താഴത്ത് ഇങ്ങനെ മുട്ടിക്കെടുക്കുക, അപ്പോൾ അതും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ താഴത്തെയൊക്കെ ഒരുവിധം ഹൈറ്റിൽ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് വല്ല എന്തെങ്കിലും ഒരു വടിയോ ഇല്ലെങ്കിൽ വല്ല പൈപ്പോ എന്തെങ്കിലുമൊക്കെ വെച്ചൊന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഇതാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ റംബൂട്ടാൻ്റെ കട്ടിങ്ങിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നോർമലി ഈ ഒരു ജൂൺ ജൂലൈ മാസത്തിലാണ് നമ്മൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു 6 മാസം എങ്കിലും വേണം ഈ പുതിയതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ മുകുളങ്ങളും തളിർപ്പുകളൊക്കെ വരുമല്ലോ. ഈ തളിർപ്പുകൾ ഒരു 6 മാസത്തെ പ്രായെങ്കിലും ആ ഒരു ഏജെങ്കിലും ഉണ്ടായാൽ മാത്രമാണ് അതിൽ പുതിയതായിട്ട് കായ്ക്കുള്ളൂ എന്നാണ് പറയണത്. അതും നമ്മളെ ഒരു വിരലിൻ്റെ കനം, ഒരു 2 വിരൽ മാക്സിമം അത്രയൊക്കെ കനത്തിലുള്ള തണ്ടുകളാണ് വെട്ടാൻ പാടുള്ളൂ എന്നാണ് പറയണത്. ഇനി അതിൽ കൂടുതൽ കനത്തിലുള്ള തണ്ടുകളൊക്കെ വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് അത് ഉണ്ടാവില്ല ആ തണ്ടുമ്മ. ബാക്കി ഉണ്ടാവുമായിരിക്കും, ആ തണ്ടുമ്മ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ യൂട്യൂബ് ചാനലിൽ ഈ നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടല്ലോ, ഇപ്പോൾ ഈ റംബൂട്ടാൻ്റെ കൃഷി ഫുള്ളായിട്ട് ചെയ്യണം അങ്ങനെയുള്ള ചാനലിലൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് ഞാൻ കണ്ടു തുടങ്ങിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റംബൂട്ടാൻ പൂത്ത് തുടങ്ങിയപ്പോഴാണ് നമ്മളിതൊക്കെ കാണുന്നത്. പക്ഷേ അതിന് കുറേ മുന്നേ കാണേണ്ടതായിരുന്നു, എപ്പോൾ തൊട്ടാണ് അതിൻ്റെ വളപ്രയോഗം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണണമായിരുന്നു. ഇപ്പോൾ നമ്മുടെ റംബൂട്ടാൻ എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് സാധാരണ നമ്മൾ വളം ചെയ്യുന്ന പോലെ എല്ലാ മരങ്ങും ചെയ്യണ പോലെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര അധികം ഈൽഡ് ഉണ്ടായിട്ടില്ല ഇപ്രാവശ്യം. പിന്നെ ഒന്നാമത്തെ വർഷമാണല്ലോ. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, കുറേ എണ്ണ ഇടയിലൊക്കെ അത്ര മധുരമില്ലാത്തതുണ്ട്, ചിലത് കുരു ഇല്ലാത്തതുണ്ട്. അപ്പം അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ അടുത്ത വർഷത്തേക്ക് അതൊക്കെ റെഡി ആവുന്ന. പക്ഷേ ഉണ്ടല്ലോ, ഈ മധുരമുള്ള പഴം കിട്ടുന്നുണ്ടല്ലോ, അത് ഭയങ്കര ടേസ്റ്റാണ്. അത് നല്ല ക്രിസ്പി ആയിട്ട് അതൊരു നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പക്ഷെ നമുക്ക് ഒരു 5 എണ്ണം പൊട്ടിക്കുമ്പോഴാണ് അതിൽ നിന്ന് ഒരു 1 2 ആണ് നമുക്ക് നല്ലതായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യത്തേക്ക് എന്തായാലും ഇതിനൊന്ന് സെറ്റാക്കി നിർത്തണം. അപ്പോൾ ജൂൺ ജൂലൈയിലാണ് നമ്മൾ ട്രിം ചെയ്യണത്. ട്രിം ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഇതിന് വളമൊക്കെ ഇട്ട് കൊടുക്കണം. ഈ മഴയൊന്ന് തോർന്നിട്ട് വേണം. ഇപ്പോൾ 1-2 ദിവസം നിൽക്കുന്നുണ്ട്. ഇത് എത്ര ദിവസം ഇങ്ങനെ മഴ തുറന്ന് നിൽക്കുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് തടമൊക്കെ കുറച്ചും കൂടെ ഒന്ന് വലുതാക്കി മറ്റേ ചാണകപ്പൊടിയും എല്ലുപൊടിയും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂട്ടിയിട്ട് കൊടുക്കണം. കാരണം വേപ്പിൻ പിണ്ണാക്ക് എന്തായാലും അത്യാവശ്യമുണ്ട്. കാരണം ഈ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ, ഫംഗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വരാൻ നല്ല ഇതാണ്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഒന്ന് തടമൊക്കെ ഇതാക്കി കൊടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ റംബൂട്ടാൻ്റെ പരിചരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ 2-3 മാവുകളുണ്ട്, അവർക്കും ഇതുപോലെയൊക്കെ തന്നെ ചെയ്യണം വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ മില്ലി അവിടെ നിന്ന് കരയാട്ടാ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ തുറന്നു കൊടുക്കാണ്ടായപ്പോൾ അവൾ പിണങ്ങി അങ്ങോട്ട് പോയി. പിന്നെ തുറന്ന് മാള് ഇങ്ങോട്ട് ഇട്ടു. അപ്പോൾ അവൾക്ക് വരണ്ട, അവള് പിണങ്ങി തോന്നുന്നുണ്ട്. പിന്നെ മില്ലിയൊക്കെ നല്ല ഉഷാറാണ്. ഇപ്പോൾ ഞാൻ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ അവരുടെ സ്പ്രേ ചെയ്യിപ്പിച്ചതൊക്കെ, ഭയങ്കര വ്യത്യാസമാണ്. കാരണം സ്പ്രേ ചെയ്യുന്നതിന് മുന്നേ ഈ സർജറി ചെയ്യുന്നതിന് മുന്നേ ഫുൾ ടൈം പുറത്ത്. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മില്ലിയും ചക്കിയൊന്നും പുറത്തേക്ക് പോവുകയില്ല, ഫുൾ ടൈം വീടിൻ്റെ അകത്താണ്. അതുമാത്രമല്ല നമ്മളോട് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര എപ്പോഴും ഇങ്ങനെ നമ്മളെ ചുറ്റിപ്പറ്റി നടക്കും. അങ്ങനെ അതായത് അവർക്ക് ആ ഒരു ഹോർമോൺ റിലീസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ. അപ്പോൾ ഫുൾ ടൈം വീട്ടിലാണ്. അത് കാരണം ഭയങ്കര പണ്ടത്തേക്കാൾ അറ്റാച്ച്മെൻറ്റ് നമ്മളുടെ അടുത്ത് നന്നായി കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇനി ഇതെല്ലാതും ഈ ചവറുകൾ ഇതെല്ലാതും എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൂൺ ചെയ്തതെല്ലാം ഇവിടെ കൂട്ടിയിടുകയാണ്. ഇനി നമ്മൾക്ക് ഒരു സാറ്റർഡേ നമ്മളുടെ ചേട്ടൻ വരുന്നുണ്ട് നമ്മളുടെ ഇവിടെ പണിക്കായിട്ട്. അപ്പോൾ ആളാണ് തടം ഒക്കെ തുറന്ന് വളമൊക്കെ ഇടാൻ പോണത്. അപ്പോൾ തടം തുറക്കുമ്പോൾ വളം ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ നമ്മൾ പണ്ടൊക്കെ പറയില്ലേ തൂപ്പൊക്കെ വെട്ടിയിട്ട്, അപ്പോൾ ഇതന്നെ ഇവരുടെ കടയിൽ തന്നെ ഇട്ട് കട മൂടണം. അപ്പോഴാണ് നമ്മൾ പിന്നെ മഴയൊക്കെ പെയ്യുമ്പോഴേക്കും ഈ തൂപ്പൊക്കെ ചീഞ്ഞ് വളത്തിൻ്റെ കൂടെയൊക്കെ മിക്സായി അതൊരു കമ്പോസ്റ്റായിട്ട് ഇവർക്ക് സെറ്റാവുള്ളൂ. അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ പണി എന്ന് പറയുന്നത്. സത്യത്തിൽ ആണെങ്കിലും ഈ പേരമരാണെങ്കിലും ഉണ്ടല്ലോ, പ്രൂൺ ചെയ്യുന്നതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക്
പ്രധാന പ്രശ്നം എന്നല്ല, ഇത് ചെയ്യാൻ ഉദ്ദേശിക്കണത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടല്ലോ ഇപ്പോൾ ഈ കിളികൾ കൊത്തുക, പിന്നെ ഈ റംബുട്ടാനൊക്കെ വലയിടണമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ വലയൊന്നും ഇടാനൊന്നും പോകണില്ല. വല്ലാണ്ട് ശല്യം വന്നാൽ നമ്മൾ ആലോചിക്കാം, അത്ര അധികം ഫ്രൂട്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ. ഈ ഇതുണ്ടല്ലോ നമ്മളുടെ പേരമരം, ഇത് നമുക്ക് ഉണ്ടല്ലോ ഈ കിളികൾ കൊത്തിക്കൊണ്ട് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് 2 കവർ കെട്ടിയിടണങ്ങ, അത് മൂടി വെക്കണമെങ്കിൽ പോലും നമുക്ക് എത്തില്ല. അത്രയും ഹൈറ്റിലാണ് ഇത് പോയത്. അതുകൊണ്ടാണ് ആ പേരമരം നമ്മൾ അത്രയും താഴെ വെച്ചത് ട്രിം ചെയ്തത്. പക്ഷെ പുതിയ പൊടിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെ ഞാൻ ഇനി അധികം ഹൈറ്റിലേക്ക് വിടില്ല. പിന്നെ അതുപോലെ തന്നെ അവിടെ വേറൊരു സപ്പോർട്ട ഉണ്ടായിരുന്നു. 3.5 വർഷമായിട്ട് വെച്ച സപ്പോർട്ടയായി. ഞാൻ വന്നിട്ട് ഈ പറമ്പിൽ വെച്ചിട്ടുള്ള എല്ലാ പ്ലാന്റ്സും കായ്ച്ചിട്ടുണ്ട്. പക്ഷെ ആകെ ആ സപ്പോർട്ട മാത്രം വാങ്ങിക്കുമ്പോൾ ഒരു സപ്പോർട്ട ഉണ്ടായിരുന്നു, അത് മാത്രം. പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. പൂക്കളുണ്ടാവും, കൊഴിഞ്ഞു പോകും, അതന്നെ. അപ്പോൾ അതുകൊണ്ട് അതിനെയും വെട്ടിക്കളഞ്ഞു. ഞാൻ വേറെ സപ്പോർട്ട വാങ്ങിച്ചിട്ട് ഞാൻ ചട്ടിയിലാണ് വെച്ചിരിക്കണത്. അത് ഞാൻ വേറെ ദിവസം കാണിച്ചു തരാം. സപ്പോർട്ടയും കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വലിയ ചട്ടിയിലാണ് വെച്ചിരിക്കണത്. പിന്നെ ഇതൊരു ചെടി നമ്മളുടെ പാമ്പൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഗാർലിക് വൈൻ എന്നാണോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതുമ്പോൾ അങ്ങനെ ഒരു വയലറ്റ് കളറിലുള്ള ഒരു പൂവൊക്കെ ഉണ്ടാവും. പക്ഷെ ശരിയാണ്, ഗാർലിക് വൈൻ. പാമ്പ് വരുന്നുണ്ടാവോ വരില്ല എന്നറിയില്ല നമുക്ക്. പക്ഷേ ഇതിൻ്റെ ഇലയ്ക്കാണെങ്കിലും പൂവിനാണെങ്കിലും ഭയങ്കര വെളുത്തുള്ളിയുടെ സ്മെല്ലാണ്. അപ്പോൾ അത് നമ്മളിവിടെ നട്ട് വെച്ചിട്ടുണ്ട്. അത് മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പൂവൊക്കെ വളരെ കുറവാണ്. എന്നാലും ഞാനത് വെട്ടാണ്ട് വെച്ചിരിക്കുകയാണ്, എന്തെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട്. പിന്നെ നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടല്ലോ, എത്ര ഉണ്ടായെന്നറിയോ? ഈ ഒരു സീസണിൽ ഒരു 20-25 എണ്ണമെങ്കിലും അതും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടാണ് ആക്ച്വലി നമ്മളുടെ ഈ തോട്ടത്തിലെ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് കിട്ടിയ ഒരു സാധനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ കുട്ടി വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട്, ഇത് സത്യം പറയാന്ന് വെച്ചാൽ ഒരു എഡിറ്റിങ്ങും ഇല്ലാണ്ട് ഞാൻ വെറുതെ ഇടുന്ന വീഡിയോകളാണ് ദിവസം. കാരണം കുറേ നാളുകളായി വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.